പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അഭിനന്ദന സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരിയായ MP ഏതാനും സമയങ്ങൾക്കകം ഈ ഹാളിലേക്ക് കടന്നു വരികയും നമ്മുടെ പ്രിയങ്കരനായ MLA യുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഔദ്യോഗികമായ തുടക്കം ഇവിടെ കുറിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രതിഭകളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒരു സംഗമമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ പ്രതിഭകൾ അവരുടെ പൂർണ്ണ പിന്തുണയിലും അവർക്കൊപ്പം ചേർന്നിരുന്നുകൊണ്ടും നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയങ്കരനായ MLA CK കാസിം അവർകളുടെ വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾ ഇന്നു മുതൽ ഈ നിയോജക മണ്ഡലത്തിൽ തുടക്കം കുറിക്കപ്പെടുകയാണ്. നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ആ ജനപ്രതിനിധിയുടെ പിന്തുണ അറിയിക്കുന്ന ഈ സംഗമത്തിൽ നമ്മളും അധ്യാപകന്മാരും രക്ഷിതാക്കളുമൊക്കെ വളരെ സന്തോഷത്തിലാണ് ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. നമ്മുടെ വിജയത്തിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ സഹായവും എല്ലാവരുടെയും പിന്തുണയുമുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഒരു ഫുട്ബോളിൻ്റെ കാലമാണ്. ഫുട്ബോളിൻ്റെ അവസാന മിനിറ്റ് വരെ ഓരോ ടീം അംഗങ്ങളും ഗോളടിക്കുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി ആവേശത്തോടുകൂടി നോക്കിക്കാണുന്നവരാണ് നമ്മൾ. ഏതൊരു ഗോളടിക്കുമ്പോഴും കേവലം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഗോൾ വലയിൽ നിന്ന് തുടങ്ങി എതിരാളികളുടെ ഗോൾ വലയിലേക്ക് ഒറ്റക്ക് കൊണ്ടുപോയിട്ടല്ല ഒരു ഗോളും പൂർത്തീകരിക്കുന്നത്. സഹ കളിക്കാരുടെ പിന്തുണയിലും അവരുടെ അസിസ്റ്റുകളും പാസുകളും സ്വീകരിച്ചുകൊണ്ടാണ് വിജയലക്ഷ്യത്തിലേക്ക് തൻ്റെ ടീമിൻ്റെ വിജയമുറപ്പിക്കുന്ന ഗോൾ ഒരു മുന്നേറ്റ കളിക്കാരൻ എതിരാളിയുടെ വലയത്തിലേക്ക് അടിച്ചിറക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ആ യാത്രയെ മനോഹരമാക്കുന്നതിനും അതിനെ അസിസ്റ്റ് ചെയ്യുന്നതിനും മറ്റൊരു വലയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പന്ത് എത്തിക്കുന്നതിനും നമ്മെ സഹായിച്ചിട്ടുള്ള, പിന്തുണച്ചിട്ടുള്ള, നമുക്ക് പാസ് നൽകിയിട്ടുള്ള സഹകളിക്കാരെയും നമ്മെ നിർദ്ദേശം നൽകിയ, പിന്തുണച്ച എല്ലാവരെയും, ആവേശം നൽകിയ കാണികളെയും ഒക്കെ ഓർത്തുകൊണ്ടാണ് ഈ വിജയത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മളിവിടെ ഇരിക്കേണ്ടത്. അനുമോദന ചടങ്ങുകൾ നിർബന്ധമായും 100 കുട്ടികൾ വിജയിക്കുമെന്നുറപ്പുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 100 കുട്ടികളുടെയും വിജയം ഉറപ്പിച്ചുകൊണ്ട് ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടു. അനുമോദന ചടങ്ങിൽ ഒരു ഫ്ലക്സ് ബോർഡ് നേരത്തെ തന്നെ തയ്യാറാക്കി. ആ ഫ്ലക്സ് ബോർഡിലുണ്ടായിരുന്നത് 100% വിജയം നേടി ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എന്നായിരുന്നു. പക്ഷേ പരീക്ഷയുടെ ഫലം പുറത്തു വന്നപ്പോൾ 100 കുട്ടികൾക്ക് പകരം 99 കുട്ടികൾ മാത്രമാണ് അവിടെ വിജയിച്ചത്. ഒരു കുട്ടി പരാജയപ്പെട്ടു പോയി. 99 കുട്ടികളും വിജയിച്ച സന്തോഷം പിന്നെ അവിടെയില്ല. ഒരു കുട്ടി തോറ്റുപോയ സങ്കടം മാത്രമാണ് ആ സദസ്സിലുള്ളത്. നിശ്ചയിച്ച സമയത്ത് തന്നെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അനുമോദന ചടങ്ങ് തുടർന്നു. ആ അനുമോദന ചടങ്ങിൽ 99 സമ്മാനങ്ങൾ മുൻനിരയിൽ വെക്കുകയും നേരത്തെ വാങ്ങിയ 100ാമത്തെ മെമൻറ്റോ അവിടെ നിന്ന് മാറ്റിവെക്കുകയും ചെയ്തു. സ്വാഗത പ്രസംഗം നടത്തിയ അധ്യാപക പ്രതിനിധി വളരെ ആവേശത്തോടെ പ്രസംഗിച്ചു. 99 ആളുകളുടെ വിജയം പറയുന്നതിനിടയിലും തോറ്റുപോയ ഒരു വിദ്യാർത്ഥിയുടെ പരാജയത്തിൻ്റെ സങ്കടങ്ങൾ പരോക്ഷമായെങ്കിലും അദ്ദേഹം പറഞ്ഞു വെച്ചു. അധ്യക്ഷ പ്രസംഗം നടത്തിയ രക്ഷിതാക്കളുടെ പ്രതിനിധിയും സമാനമായ ശൈലിയിലും രൂപത്തിലും തോറ്റുപോയവനെതിരെയുള്ള ഒളിയമ്പുകൾ ചാർത്തിയ പ്രസംഗം അവസാനം പൊറുതിമുട്ടി പൂർത്തീകരിച്ചു. പക്ഷേ ഉദ്ഘാടന പ്രസംഗം നടത്തിയ പ്രധാന അധ്യാപകൻ അവിടെ പ്രസംഗിച്ചത് ഇവിടെ 99% വിജയമെന്നാണ്. ഈ സ്ഥാപനത്തിൽ 101% വിജയമുണ്ടെന്നാണ് പ്രധാന അധ്യാപകൻ പ്രസംഗിച്ചത്. ആളുകൾ കരുതി ഗണിതശാസ്ത്രത്തിൻ്റെ ഏതു മാനദണ്ഡപ്രകാരവും 100 കുട്ടികൾ പഠിച്ചാൽ 99 പേര് വിജയിച്ച ഒരു സ്ഥാപനത്തിൻ്റെ വിജയ ശതമാനം 99%. പക്ഷേ 101% എന്ന് പ്രധാന അധ്യാപകൻ പ്രസംഗിക്കാൻ കാരണമെന്താണ്? അദ്ദേഹം പറഞ്ഞത് 100 കുട്ടികൾക്കിടയിൽ ഒരു കുട്ടി മാത്രം പരാജയപ്പെട്ടു പോയ ക്ലാസ് റൂമിൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ട അനുമോദന ചടങ്ങിനിടയിൽ അവനെ ചേർത്ത് പിടിക്കേണ്ടവർ പലരും പരോക്ഷമായി പരിഹസിച്ചിട്ടും ആ 100 കുട്ടികൾക്കിടയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാതെ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ വിദ്യാഭ്യാസ സ്ഥാപനം അവന് നൽകിയിട്ടുള്ള ഏറ്റവും മികച്ച വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ് ആ പ്രധാന അധ്യാപകൻ പറഞ്ഞു വെക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം പോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സമഗ്രമായ വികാസമാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിൻ്റെ സഞ്ചാര വഴികളിലുടനീളം നിരവധി പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പരാജയങ്ങളെയും ഒക്കെ നമ്മൾ ഇനിയും നേരിട്ടേക്കാം. ആ നേരിടുന്ന സന്ദർഭങ്ങളിലും ദൃഢനിശ്ചയത്തോടുകൂടി നമ്മൾ മാർക്ക് നേടുന്നതിൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഇച്ഛാശക്തിയും ത്യാഗവും
അതിനുവേണ്ടി നമ്മൾ ജീവിതത്തിൽ ചെലവഴിച്ചിട്ടുള്ള സമയവുമൊക്കെ ഊർജ്ജമാക്കി മാറ്റിക്കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ദൃഢനിശ്ചയങ്ങൾ നമുക്കുണ്ടാകണം. ഇവിടെ നേരത്തെ നടന്നിട്ടുള്ള ക്ലാസ്സിൽ സൂചിപ്പിക്കപ്പെട്ട ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധമായ കലാലയങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കപ്പെട്ടു. ആ കലാലയങ്ങളിലേക്ക് ഏകദേശം 17,000-ലധികം സീറ്റുകൾ വിവിധ IIT-കളിൽ ഇന്ത്യ രാജ്യത്തുണ്ട്. അതിൽ 1% പോലും കേരളത്തിൽ നിന്ന് എത്തിപ്പെടുന്നില്ല എന്ന് പറയപ്പെടുമ്പോൾ ഏകദേശം ഒരു 170ഓളം വിദ്യാർത്ഥികൾ പോലും കേരളത്തിൽ നിന്നൊരു വർഷം ഇത്തരം മഹത്തായ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ എത്തിപ്പെട്ട ചില വിദ്യാർത്ഥികളുടെ വാർത്തകളിൽ ഇത്തരം മഹത്തായ കലാലയങ്ങളിൽ ഈ 170ഓ 200ഓ വരുന്ന വിദ്യാർത്ഥികളിൽ എത്തിച്ചേരുകയും ചില സന്ദർഭങ്ങളിൽ ചില പ്രതിസന്ധികൾക്കിടയിൽ അവർ പരാജയപ്പെട്ടു പോവുകയും ചെയ്ത വാർത്തകൾ വിവിധ ഉന്നത കലാലയങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത്, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന മാർക്കിനോടൊപ്പം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ദൃഢനിശ്ചയം, ധൈര്യം, ആവേശം, ഒന്നിനോടും തോറ്റുപോകില്ല എന്ന ഉറപ്പുള്ള കരുത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. ഏത് കലാലയത്തിലേക്ക് കടന്നു ചെന്നാലും ആ കലാലയത്തിൻ്റെ ഏതെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾക്കോ സിലബസുകളുടെ കഠിനമായ സമ്മർദ്ദങ്ങൾക്കോ വിധേയപ്പെട്ടു കൊടുക്കാത്ത വിധം അതിനെയൊക്കെ മത്സരിച്ച് തോൽപ്പിക്കാനുള്ള വിദ്യാഭ്യാസം ഞാൻ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ള ബോധ്യമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ സമ്പൂർണ്ണമാക്കുന്നത്. അതുകൊണ്ടാണ് മഹാത്മജിയുടെ ഭാഷയിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമഗ്രമായ വികാസമാണ്. ആ സമഗ്രമായ വികാസത്തിലേക്ക് നമ്മുടെ വിജയത്തെ കൊണ്ടെത്തിക്കുവാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേരോട് കടപ്പെട്ടുകൊണ്ടാണ് ഇന്നിവിടെ മെമൻഡോ സ്വീകരിച്ചത്. നമ്മുടെ വീട്ടിൽ ഒരു SSLC വിദ്യാർത്ഥി ഉണ്ടാകുമ്പോൾ, നമ്മുടെ വീട്ടിൽ ഒരു ഹയർ സെക്കൻഡറി +2 വിദ്യാർത്ഥി ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ വീണ്ടും ഒരു 2 വിദ്യാർത്ഥികൾ കൂടി വർദ്ധിക്കുകയാണ്. അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ടൈം ടേബിളുകൾ മാറും, അമ്മയുടെ ഉറക്കിൻ്റെ സമയക്കുറവുകൾ അവിടെ ഉണ്ടാവുകയാണ്. നമ്മുടെ വീട്ടിലൊരു SSLC വിദ്യാർത്ഥിയോടൊപ്പം 10, 15, 20 വർഷങ്ങൾക്ക് മുമ്പ് SSLCയുടെ പാഠപുസ്തകങ്ങൾ മടക്കി വെച്ച ആ അമ്മയും അച്ഛനും വീണ്ടും ജീവിതത്തിൽ ഒരു SSLC വിദ്യാർത്ഥിയാവുകയാണ്. കുട്ടിയുടെ ക്യാമ്പിനനുസരിച്ച് അവരുടെ സമയക്രമങ്ങൾ മാറ്റും, അവരുടെ സ്കൂളിലെ പഠനത്തിനനുസരിച്ച് അവരുടെ ജീവിത രീതികൾ മാറും. അവരുടെ വളരെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുവാൻ വേണ്ടി അതിനേക്കാൾ നേരത്തെ അമ്മ ഉണരും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി നമ്മുടെ രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന 2 വിദ്യാർത്ഥികൾ കൂടി വലതും ഇടതും നിന്നുകൊണ്ടാണ് നമ്മൾ വിജയത്തിലേക്ക് കടന്നു വന്നത്. ആ വിജയത്തിലേക്ക് കടന്നു വരുന്ന സമയത്തൊക്കെ ആ രക്ഷിതാക്കളെ ഈ മെമൻഡോ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ അവരെ ഓർമ്മിക്കുക എന്നുള്ളത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെ സാമൂഹിക ബോധത്തിൻ്റെ ഭാഗമായി കാണുവാൻ നമുക്ക് കഴിയേണ്ടത്. അതോടൊപ്പം മികച്ച വിദ്യാർത്ഥികൾ, ഈ നാടിനെ നിർണായകമായി പങ്കുവഹിക്കുന്ന മികച്ച വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ തനിമയും സംസ്കാരവും നിലനിർത്തുക എന്നുള്ളത് ഒരു വിദ്യാർത്ഥിയുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുന്നവരായി മാറുക എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ പ്രതിഭകളായ വിദ്യാർത്ഥികൾ അവരുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ, അവരുടെ നാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ബഹുസ്വരതയും മതേതരത്വവും മാനുഷിക ബോധവുമൊക്കെ നിലനിർത്തുന്ന പ്രതിഭകളായി നമ്മൾ മാറുമ്പോഴാണ് വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥപൂർണത രൂപപ്പെട്ടു വരുന്നത് എന്ന കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഒരു മെമൻഡോ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ആരോടാണ് നിങ്ങൾക്ക് കടപ്പാട് എന്ന് ചോദിക്കുമ്പോൾ SSLCയിൽ എനിക്ക് മാത്സ് എടുത്ത അധ്യാപകനോടാണ്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ എനിക്ക് ബയോളജി പഠിപ്പിച്ച അധ്യാപകനോടാണ് എന്ന് നമ്മൾ പരിമിതപ്പെടുന്നില്ല. 5-ാം വയസ്സ് മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് ജീവിതത്തിൽ ഒരു പ്രാഥമിക വിദ്യാർത്ഥിയായി തൊട്ടടുത്ത വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ആ എന്ന അക്ഷരം ആദ്യമായി പഠിപ്പിച്ച, നമ്മളിപ്പോൾ ഒരുപക്ഷെ മറന്നുപോയ, ആദ്യമായി അക്ഷരത്തിൻ്റെ ആകാശത്തിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുപോയ എൻ്റെ പ്രാഥമിക വിദ്യാലയത്തിലെ അധ്യാപക മുതൽ കടപ്പാട് നമ്മൾ ആരംഭിക്കുകയാണ്. ഏതെങ്കിലും ഒരു അവസാന സന്ദർഭത്തിലുള്ള അധ്യാപകന്മാരോട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ നാൾവഴികളിലുടനീളം വിദ്യാഭ്യാസത്തിൻ്റെ അക്ഷരങ്ങൾ പകർന്നു തന്ന സകല അധ്യാപകന്മാരെയും കടപ്പാടിൻ്റെയും നന്ദിയുടെയും ഓർമ്മകൾ ചേർത്ത് അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മെമൻഡോ ഇവിടെ സ്വീകരിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമായ, സാമൂഹിക പ്രതിബദ്ധതയുള്ള, ജീവിതത്തെ സംബന്ധിച്ച് കാഴ്ചപ്പാടുകളുള്ള, ഒരു പരാജയത്തിൻ്റെ മുമ്പിലും തോറ്റുപോകില്ല എന്ന ഉറപ്പുള്ള എല്ലാ ജനവിഭാഗങ്ങളോടും ഈ നാടിൻ്റെ തനിമയിൽ അധിഷ്ഠിതമായി പെരുമാറാനും അവരോട് ബഹുമാനിക്കാനും സാധിക്കുന്ന ഒരു മാതൃകാ വിദ്യാർത്ഥിയായി മാറുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ സംഗമങ്ങൾ കൊണ്ട് വളരെ ഊർജ്ജസ്വലതയോടുകൂടി നമ്മൾ കാണേണ്ടത്.
നമ്മുടെ ബഹുമാന്യയായ അതിഥി ഈ യോഗത്തിലേക്ക് കടന്നു വരികയാണ്. അവരെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. Thank you, sir. And I request the following dignitaries: Sri C.K. Kasim MLA and Sri K. Praveen Kumar MLA to join with the photo session.